മലയാളത്തിൽ നിന്ന് ഒരു സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബ്രൊമാൻസ്. സോണി ലിവിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. നമ്മുടെ അർജുൻ അശോകൻ, മാത്യൂസ്, സംഗീത് പ്രതാപ് ഒക്കെ അഭിനയിച്ച പടമാണ്. ഈ സിനിമയുടെ ആദ്യത്തെ 15 മിനിറ്റ് മാത്യൂസിന്റെ ഒരു വെറുപ്പിക്കലുണ്ട് മോനെ. കാണാൻ അത്രയും ക്ഷമ വേണം. സോ അതിനുശേഷം നന്നായിട്ട് പെർഫോം ചെയ്തൊന്നല്ല, പിന്നെ ശീലം ആയിക്കോളും. നമ്മൾ പിന്നെ ഈ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഫസ്റ്റ് 6 ഓവറൊക്കെ കണ്ടോണ്ട് ഭയങ്കര ക്ഷമയുണ്ട്. അതുകൊണ്ട് പിന്നെ കണ്ടു. സോ മാത്യൂസ് ഈ സിനിമയിൽ ഒരു ചുഴലി പിടിച്ച ഒരു ചെറുക്കനെ പോലെയാണ്. ആരെങ്കിലും ആ ചെറുക്കന്റെ ചെകിട്ടത്തിൽ 2 കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് മോസ്റ്റ് സാറ്റിസ്ഫൈഡ് മൊമെന്റ് പറയുമ്പോൾ ആ കലാപവും ഷാജി ചെക്കന്റെ കൂമ്പിനിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് തോന്നിയത്. ഈ ചെറുക്കന്റെ കയ്യിലൊരു വാച്ച് ഉണ്ട്. ആ വാച്ച് ആരെങ്കിലും തല്ലി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നിയത്. അജാതി വെറുപ്പിക്കലായിരുന്നു. ആരൊക്കെ പ്രിയദർശൻ സിനിമയിലെ മോഹൻലാലായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ നല്ലൊരു കമ്പാരിസൺ ആയിട്ടാണ് തോന്നിയത്. കണ്ണ് കാണാത്തവര് പോലും അങ്ങനെ പറയും തോന്നില്ല. അമ്മാരി വെറുപ്പിക്കലായിരുന്നു. പിന്നീട് സംഗീത് പ്രതാപ് വന്നതിന് ശേഷമാണ് ഈ സിനിമ ഒന്ന് രസത്തിലോട്ട് വന്നത്. അതായത് ഈ സിനിമ ദിസ് മൂവി ഈസ് ആക്ച്വലി നൈസ് ബട്ട് ഓവർ റേറ്റഡ് എന്നേ ഞാൻ പറയുള്ളൂ. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള പടമായിട്ടെന്ന് എനിക്കും തോന്നിയില്ല. ചിരിക്കാൻ കുറച്ചുണ്ട്. അതുകൊണ്ട് ലോഫ്റ്റർ റൈറ്റ് എന്ന് പറയാനും തോന്നിയില്ല. ഇറ്റ് ഹാസ് ഇറ്റ്സ് മൊമെന്റ്സ്. ഈ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു 1 ടൈം വാച്ചബിൾ പടം. ഐ റിപ്പീറ്റ്, 1 ടൈം വാച്ചബിൾ പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ ചിരിച്ച് പെടലി ഉളുക്കും, ചിരിച്ച് ഛർദ്ദിക്കും, അങ്ങനെയൊന്നും എനിക്ക് ബേസിക്കലി തോന്നിയില്ല. ഈ സിനിമയിൽ ആകെ നന്നായി പെർഫോം ചെയ്തിരിക്കുന്നത് ഒന്ന് സംഗീത് പ്രതാപും അതേപോലെ തന്നെ കലാഭവൻ ഷാജോണാണ്. സംഗീത് പ്രതാപ് കറക്റ്റ് മീറ്ററിലാണ് പിടിച്ചിരിക്കുന്നത്. അതായത് ലൗഡ് ആവേണ്ട അവിടെ ലൗഡ് ആവുന്നുണ്ട്, നോർമൽ ആവേണ്ട അവിടെ നോർമൽ ആവുന്നുണ്ട്. ഒരു അമൽ ഡേവിസ് 2.0 എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ. എന്താണ്, ഹരിഹര സുധൻ എന്ന പേര്, അടിപൊളിയായിരുന്നു. പിന്നെ കലാഭവൻ ഷാജോന്റെ ക്യാരക്ടർ നല്ല രസമുണ്ടായിരുന്നു. ആളും വെറുപ്പിച്ചു തോന്നൂല. ബാക്കി എല്ലാം ഈച്ച് ആൻഡ് എവറി വൺ ഇതിൽ വെറുപ്പിക്കലായിരുന്നു. അർജുൻ അശോകൻ ഉണ്ട്. അർജുൻ അശോകൻ എന്തോ രോമാഞ്ചത്തിലെ ബാധ കയറിയ പോലെയാണ് ഈ സിനിമയിൽ ലാസ്റ്റ് ഒക്കെ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നത്. എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഈ ചെറുക്കൻ്റെ ചുഴലി ഇനി അർജുൻ അശോകനെ പകർന്നോ എന്നാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. വെറുപ്പിക്കലായിരുന്നു. ലാസ്റ്റ് ഒക്കെ നല്ല വെറുപ്പിക്കൽ തന്നെയായിരുന്നു. ആൻഡ് നമ്മുടെ മഹിമ നമ്പ്യാർ ഉണ്ട് ഈ സിനിമയിൽ. മഹിമ നമ്പ്യാർ, ദിസ് ലേഡി ഈസ് ആക്ച്വലി ടു ഓവർ റേറ്റഡ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് മഹിമ നമ്പ്യാർ ഒന്ന് പെർഫോം ചെയ്തു എന്നുള്ളത് തോന്നിയത് ഒരു വിജയ് ആന്റണിയുടെ ഒരു സിനിമയുണ്ട്, അതിൽ മാത്രമാണ്. ബാക്കി എല്ലാത്തിലും വന്നിട്ട് പടം ഹിറ്റാവുന്നുണ്ട്. അതായത് ഈ RDX പോലത്തെ സിനിമയില്. സോ അതിന്റെ ഒരു ഭാഗമാണ്, അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ. ഇതിലും ഈ വെറുപ്പിക്കൽ തന്നെയാണ്, ക്യൂട്ട്നെസ് കാണിക്കലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ 1-2 സ്ഥലത്ത് ഈ കാസർഗോഡ് സ്ലാങ് വെച്ചിട്ട് കോമഡി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഇന്റർവ്യൂസിലൊക്കെ കണ്ട് മടുത്ത സാധനമാണ്. സോ എനിക്കൊരു 1 ടൈം വാച്ചബിൾ പടമായിട്ടാണ് തോന്നുന്നത്. ചിലവർക്ക് ഇത് ഭയങ്കര വൈബായിട്ടുള്ള ഒരു പടമായി തോന്നും, ചിലവർക്ക് ഇത് പീക്ക് പടം എന്നൊക്കെ തോന്നും. മേ ബി ഇൻ തിയേറ്ററിൽ കണ്ടിട്ട് വെച്ചാൽ തിങ്സ് വുഡ് ഹാവ് ബീൻ ഡിഫറെന്റ് എന്നേ ഞാൻ പറയുള്ളൂ. കാണാതായ ഒരു ഏട്ടനെ തേടിപ്പോണ അനിയന്റെ കഥയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ആരാണ് ഏട്ടൻ, ആരാണ് അനിയൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണാൻ ഒരു രസം ഉണ്ടാവില്ല. സോ ഇഫ് യു ഹാവ് ടൈം, ട്രൈ ഇറ്റ് ഔട്ട്. സോണി ലിവിൽ അവൈലബിൾ ആണ്. സോ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു നൈസ് പടം. അത്ര എനിക്കൊരു നൈസ് പടം, ഒരു ആവറേജ് സിനിമ ആയിട്ടാണ് തോന്നിയത്. ട്രൈ ഇറ്റ് ഔട്ട്.